ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐനൂസ് കിച്ചൺ. നമ്മൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ചോറിന്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു നാടൻ ചേമ്പ് കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെയാണോ റെഡിയാക്കുന്നതെന്ന് എനിക്ക് അറിയില്ല, എങ്കിലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ഓരോ കറികളും പ്രിപ്പയർ ചെയ്യുന്ന ഓരോ രീതിയിലായിരിക്കും അല്ലെ. വ്യത്യസ്തമായിട്ടുള്ള രുചികളാണ് നമുക്ക് എല്ലാവർക്കും. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. നമ്മളിന്ന് ഈ ഒരു വലിയ ചേമ്പ് അതുപോലെ ഒരു ചെറിയ ചേമ്പ് നമുക്ക് ഒരുപാട് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എത്രയാണോ അതനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു മെഷർമെന്റ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ തൊലി മൊത്തം നമുക്ക് കളഞ്ഞെടുക്കണം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ പീലർ കൊണ്ട് പീൽ ചെയ്ത് മാറ്റാം, ഇല്ലെന്നുണ്ടെങ്കിൽ പിച്ചാത്തി കൊണ്ട് കളയാം കേട്ടോ. കത്തി കൊണ്ട് കളയുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഇങ്ങനെ കളഞ്ഞാലും ഇതിൽ ആ ഒരു ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ നമ്മൾ വീണ്ടും പിച്ചാത്തി കൊണ്ട് തന്നെ കുത്തിയെടുത്ത് കളയേണ്ടി വരും. അപ്പം നമ്മൾ കത്തി കൊണ്ട് കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം തന്നെ പെട്ടെന്ന് ചെത്തിയെടുത്ത് മാറ്റാം കേട്ടോ. ഞാനിപ്പം പില്ലർ കൊണ്ടാണ് കളഞ്ഞത്. എന്നിട്ട് ബ്ലാക്ക് ഡോട്ട്സ് എല്ലാം നമ്മൾ കത്തി കൊണ്ട് ഇളക്കി കളയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. അത് രണ്ടും നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പീസാക്കണം. അപ്പൊ ഇതുപോലെ കട്ടിംഗ് ബോർഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈയൊന്നും മുറിയത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ചേമ്പിനൊരു വഴുകലുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് വഴുതി നമ്മുടെ കയ്യിലോട്ട് പിച്ചാത്തി കയറാനുള്ള ചാൻസ് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കഴിയുകയും ചെയ്യാം. ഇനി നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടെ അരിഞ്ഞിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വേവാനായിട്ട് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന് നമുക്ക് ഒരു പച്ചമുളകിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ ഇത് കുറച്ച് പഴുത്തു പോയ പച്ചമുളക് ആയതുകൊണ്ടാണ് ആ ഒരു കളർ കേട്ടോ. അപ്പൊ പച്ചമുളകല്ല, മുളകെന്ന് പറയാം അല്ലെ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് വെന്ത് കിട്ടും. അപ്പൊ ഇതും കൂടി ഒഴിച്ചു. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു ചേമ്പിന്റെ കളർ ആ ഒരു യെല്ലോ കളറായി വരാൻ വേണ്ടി മാത്രം. നമ്മൾ ബാക്കി ഇനി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ അരപ്പിനകത്ത് ചേർത്ത് കൊടുക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു പിഞ്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെച്ചു കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇത് വെന്ത് വരുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്കിനി ഇതിന്റെ ആ ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് അതിന് വേവട്ടെ. ഇനി നമുക്ക് ഒരു കപ്പ് തേങ്ങയാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഞാനത് ആദ്യമേ പറഞ്ഞതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ചേമ്പിന്റെ മെഷർമെന്റ് ആണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അതിന് വേണ്ട ഒരു കപ്പ് തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 3 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചെറിയ ജീരകം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. പലരും ഈ ചേമ്പ് കറിക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ചേമ്പ് കറിക്കുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു വെള്ളം അന്നേരം നമ്മളൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളായിരുന്നു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ നമ്മുടെ ചേമ്പ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കി നോക്കാം. ഇപ്പൊ അത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ എടുത്ത് ഒന്ന് കുത്തി കൊടുത്തു കഴിയുമ്പോൾ ഇത് രണ്ടായിട്ടൊന്ന് പീസ് ആവുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഇപ്പൊ നമ്മൾ ഏകദേശം 1 കപ്പ് വെള്ളത്തോളം നമ്മുടെ ഈ ഒരു അരപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിന്റെ ഗ്രേവി നമ്മൾ ഇതൊന്ന് ആറി കഴിയുമ്പോഴത്തേനും നല്ല കുറുകി തിക്കായിട്ട് വരും. നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവും. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു ലൂസ് ആയിട്ടുള്ള ഗ്രേവിയിൽ നിന്ന് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയിലേക്ക് മാറും. അപ്പൊ ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അത്. എങ്കിലും ഞാൻ ആദ്യമായിട്ട് അല്ലെങ്കിൽ പുതിയതായിട്ട് ചെയ്യാൻ അറിയാത്തവർ ആരെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ലൊരു വെള്ളം വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഇത് നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അതായത് നമ്മൾ അരപ്പ് ഒന്ന് വെന്ത് കിട്ടണം. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഈ ഒന്ന് തിളയ്ക്കുമ്പോഴത്തേനും തന്നെ നമുക്ക് ഇതിലേക്ക് നല്ല കുറുകിയ ചാറായിട്ടുണ്ടാവും. ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം ഓഫ് ചെയ്ത് മാറ്റി വെക്കാൻ. കണ്ടോ, ഇപ്പൊ തന്നെ നമ്മുടെ ഈ ഒരു ചേമ്പ് കറിയുടെ ചാറ് നന്നായിട്ട് തന്നെ കുറുകിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ചൂടൊക്കെ മാറുമ്പോഴത്തേനും കുറച്ച് നല്ല രീതിയിൽ അത് കുറുകി വരും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെള്ളം അതിലേക്ക് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
ഇപ്പൊ നമ്മുടെ ചേമ്പ് കറി 1/4 ഭാഗത്തോളം റെഡി. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിലേക്ക് കടുക് വറുത്തൊഴിക്കണം. അതിനായിട്ട് നമ്മൾ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ കടുക് വറുത്തതിന് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള നമ്മുടെ കടുക് എടുത്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിലിട്ട് കടുക് വറുത്ത് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതാകുമ്പോൾ നമ്മുടെ കറി പൂർണ്ണമാവും. ഇനി നമുക്ക് ഇതൊന്ന് കടുക് വറുക്കാനായിട്ട് ഒരു പാത്രം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പാത്രം നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇതുപോലുള്ള എല്ലാ ആഹാരങ്ങളും കടുക് വറുക്കുന്നതും ചേർക്കുന്നതും. വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് അതിന് ആ ഒരു ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും ഈ കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആ കടുകും കൂടെ ഇട്ട് കൊടുക്കാം. കടുക് നല്ല രീതിയിൽ പൊട്ടിയിട്ട് നമ്മുടെ ഉള്ളിയും അതുപോലെ ഉള്ളി കുറച്ചൊന്ന് മൂത്ത് വന്നിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതൊന്നും നമ്മളാരും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ മലയാളികൾ സ്ഥിരം മിക്ക കറികളിലും മിക്ക ദിവസവും നമ്മൾ കടുക് വറുക്കുന്നവരാണ്. നമ്മൾ കടുക് വറുക്കാനൊന്നും ആരും പഠിപ്പിക്കേണ്ട. എങ്കിലും നമ്മൾ ഇതൊരു റെസിപ്പി പറയുന്ന കൂട്ടത്തിലൊക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളകും ഇതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ എല്ലാം നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒന്നും ചേമ്പ് കറിക്കകത്ത് മുളക് പൊടി ഉപയോഗിക്കാറില്ല. ഞാൻ ഇതുപോലെ കടുക് വറുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചേർക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ചേമ്പിന്റെ കറിയിലേക്ക് നമ്മളുടെ കടുക് വറുത്തത് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കറി എത്രത്തോളം തിക്കായി എന്നുള്ളത്. കണ്ടോ, നമ്മൾ നേരത്തെ നല്ല ലൂസായിട്ട് വെച്ചിരുന്ന കറിയാണ്. ഒരു 5 മിനിറ്റ് പുറത്തിരുന്ന സമയത്തേനും അത് നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നതാണ് നല്ല കേട്ടോ. ഒരുപാടെങ്കിൽ ലൂസ് ആവുന്നതിനും ഒരുപാടെങ്കിൽ തിക്കായാലും നമുക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഈ ഒരു രീതിയിലാണ് ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ഈ ഒരു രീതിയിലാണോ നിങ്ങൾ ചെയ്യുന്നത് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നമുക്ക് ചോറിനൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോലെ. അപ്പൊ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ.